ശ്രീ ജേക്കബ് ജോർജ്, ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഒരു മാസം നീണ്ട പ്രചാരണം, പരസ്യ പ്രചാരണം അവസാനിച്ച് ഇനി നിശബ്ദ പ്രചാരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ സഭയും സഹതാപവും ഒക്കെ ചർച്ച ചെയ്തെങ്കിൽ ഏറ്റവും ഒടുവിൽ വർഗീയതയും വിദ്വേഷ പ്രസംഗവും മതനിരപേക്ഷ വോട്ടുകളുടെ കാര്യവും വർഗീയ വോട്ടുകൾ ആർക്ക് എന്ന് തുടങ്ങിയ ചർച്ചകളുമാണ് ഏറ്റവും ഒടുവിലത്തെ ദിവസം ഏറ്റവും ശക്തമായി ഉയർന്നു കേട്ടത്. PC ജോർജ് എന്ന വ്യക്തി ഇന്ന് അവിടെ കളം നിറയുന്നതും കണ്ടു. ഈ പ്രചാരണം കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതിയ ചുവട് അല്ലെങ്കിൽ ഒരു മാറ്റം ഈ പ്രചരണം, ഈ 30 ദിവസം നീണ്ട പ്രചരണം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് കേരളത്തിൻ്റെ പതിവ് ശൈലിയാണ്. കേരളം എപ്പോഴും തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് എങ്ങുമില്ലാത്ത ആവേശം നോക്കാൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. VD സതീശൻ പ്രതിപക്ഷ നേതാവ് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹം ദിവസവും ചെറുതും വലുതുമായ എല്ലാ നീക്കങ്ങൾക്കും നേതൃത്വം നൽകി UDFൻ്റെ ഒരു അമരക്കാരൻ എന്ന നിലയ്ക്ക് VD സതീശൻ പ്രവർത്തകരോടൊപ്പം നേതാക്കന്മാരോടൊപ്പം കൂടെ നിന്നു. അതേപോലെയാണ് അങ്ങപ്പുറത്ത് ഇടതുപക്ഷ നേതാവ് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻ്റെ ഒരു സംശയം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്ര കണ്ട് ആത്മാർത്ഥതയോടെ വലിയ ശ്രദ്ധയോടെ കൂടി ആ മണ്ഡലത്തിൽ നിൽക്കണമെങ്കിൽ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന് എന്തെങ്കിലും ഒരു സൂചന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കുന്നു. എന്താണെങ്കിലും മുഖ്യമന്ത്രി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവിടെ നിന്നു. കോടിയേരി ബാലകൃഷ്ണൻ വളരെ വളരെ ശക്തമായിട്ട് ഇടപെട്ടു, പല കാര്യങ്ങളിലും ഇടപെട്ടു, നേതൃത്വം കൊടുത്തു പ്രചാരണത്തിന്. MLA മാർ, മന്ത്രിമാർ, നേതാക്കന്മാർ, പാർട്ടി അണികൾ മാത്രമല്ല എല്ലാ തലത്തിലുമുള്ള എല്ലാ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പ്രമുഖരും അല്ലാത്തവരും ഇടത്തരക്കാരുമായി എല്ലാ നേതാക്കന്മാരും നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ചില്ലറ നേതൃത്വമൊന്നുമല്ല. ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും BJPക്ക് നേരത്തെ രേണു പറഞ്ഞതുപോലെ PC ജോർജ് ഒരു വലിയ ഒരു ഘടകമായി മാറി, ഒരു വലിയ ആവേശമായിട്ട് മാറി BJPക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ നേതാക്കൾ ഒരു വലിയൊരു കോൺസെൻട്രേഷൻ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് പുതുമയല്ല. പക്ഷെ അതിനപ്പുറം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക്, വർഗീയത പറയുന്നവരുടെ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇക്കുറി ഈ ഉപതെരഞ്ഞെടുപ്പും പ്രചാരണ രംഗവും മാറിയില്ലേ? വർഗീയത കേരളത്തിൽ ചെറുതും വലുതുമായ രീതിയിൽ വർഗീയത എന്ന ഘടകം കേരളത്തിലുണ്ട്. അത് നമ്മൾ ആര് പറഞ്ഞാലും ആര് നിഷേധിച്ചാലും നിഷേധിക്കാനാവാത്ത ഒരു വിഷയം തന്നെയാണത്. ഇപ്പോഴേ 1967 നമ്മളിപ്പം ചരിത്രം നോക്കുകയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാട് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ലീഗായിരുന്നു. അതുവരെയും മുസ്ലിം ലീഗ് കേരളത്തിൽ തൊട്ടുകൂടാ പാർട്ടിയായിരുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ 60 മുന്നണിയിലെടുത്തപ്പോൾ മുസ്ലിം ലീഗ്, PSP, കോൺഗ്രസ് അങ്ങനെ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ലീഗിനെ ജയിച്ചു കഴിഞ്ഞു. പക്ഷേ ജയിച്ചപ്പോഴത്തേക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറില്ല. പാർട്ടി സ്ഥാനം രാജിവെച്ച് വന്നാൽ സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്നുള്ള ഒരു ഒത്തുതീർപ്പ്, അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ അംഗീകരിക്കാൻ EMS നമ്പൂതിരിപ്പാട് തയ്യാറായി. പിന്നീട് കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറിയ മുസ്ലിം ലീഗ് ഇന്നൊരു ഒരു കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. മുസ്ലിം എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിനെ മുസ്ലിങ്ങളുടെ ഒരു വർഗീയ പാർട്ടിയായിട്ട് കേരളം കാണുന്നില്ല എന്നുള്ള സ്ഥിതി വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണുന്നത് അങ്ങനെയല്ല. ഒരു ഭാഗത്ത് മുസ്ലിം വിഘടിത വിഭാഗക്കാർ, മുസ്ലിം തീവ്രവാദികൾ രംഗത്ത് നിൽക്കുന്നു. അങ്ങേപ്പുറത്ത് ഒരു ഹിന്ദു പക്ഷം, ഹൈന്ദവ സംഘടനകൾ അവരങ്ങനെ നിൽക്കുന്നു. ഈ രണ്ട് ചേരിതിരിവും കേരളത്തിൽ വളരെ 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 ശക്തമായിട്ട് അലയടിക്കുന്നുണ്ട്. എങ്കിൽ പോലും കേരളത്തിൻ്റെ ആശ്വാസം രേണു, ഞാൻ കാണുന്ന കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണിയും രണ്ട് ശക്തി ദുർഗങ്ങളായിട്ട് നിലകൊള്ളുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പും ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിനകത്ത് വർഗീയ കക്ഷികൾക്ക് യാതൊരു പങ്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ശരി, ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്.